കരുവാരകുണ്ട് പഞ്ചായത്തിലെ 10ാമത്തെ വായനശാല പുൽവട്ടയിൽ പ്രവർത്തനം തുടങ്ങി. വെളിച്ചം ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ എന്ന പേരിൽ പ്രദേശത്തെ യുവ കൂട്ടായ്മയിലാണ് വായനശാല ഒരുക്കിയത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ലക്ഷ്യം നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ പരമാധികാരം, നിലവിൽ 75 വർഷം പിന്നിട്ടിട്ടുള്ള പരമാധികാരം, ആ പരമാധികാരത്തിൻ്റെ മൂല്യത്തെ സംരക്ഷിച്ചു പോവുക എന്നുള്ള ഒരു പരമപ്രധാനമായ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനുകൂടി വെളിച്ചമാകട്ടെ ഈ ഗ്രന്ഥശാല എന്നാണ് ഈ ഒരവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ വായന അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം, അങ്ങനത്തെ ഒരവസ്ഥയിലേക്കൊന്നും ഗ്രന്ഥശാലകളും വായനയും മാറിയിട്ടുണ്ട്. ഞാനങ്ങനെ പ്രതീക്ഷിച്ച ഒന്നുകിൽ വായന മരിച്ചു, അല്ലെങ്കിൽ വായന എന്ന് പറയുന്ന ആ പ്രക്രിയ അന്യമായി എന്നുള്ള രൂപത്തിലേക്ക് എല്ലായിടത്തും വരുന്നൊരു പരാമർശം. എന്നാൽ വായന കുറഞ്ഞു പോയിട്ടില്ല, വായനയുടെ തലം മാറിയിട്ടില്ല. വായനയുടെ തലം മാറുക എന്ന് പറഞ്ഞാൽ വെറും പുസ്തകത്തെ മാത്രം ആശ്രയിച്ച് വായിക്കുന്ന അതിൽ നിന്ന് ഡിജിറ്റൽ വായനയിലേക്ക് നമ്മുടെ ആളുകൾ മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. അല്ലാതെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഫോണാണെങ്കിലും മോശമാണ് എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. കുട്ടികളൊക്കെ തന്നെ ഫോണിലൂടെ വായിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഫോണിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മളത് വായിച്ചുകൊണ്ടേയിരിക്കുന്ന കുട്ടികൾ പലരും, ഒരു ഡിഗ്രി ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ പോലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച്. ഗ്രാമത്തിലൊരു പൊതുയിടമൊരുക്കുക, കുട്ടികൾക്കും പ്രായമായവർക്കുമായി വായനാ സൗകര്യം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പുൽവട്ടയിൽ യുവ കൂട്ടായ്മയാണ് വെളിച്ചം ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ ഒരുക്കിയത്. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് ഇ കെ സീനത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പുലിയോടൻ ഹനീഫ, എം കൃഷ്ണൻകുട്ടി, സലാം കക്കറ, സ്മിത അനിൽകുമാർ, സുനീറ, കെ കെ ജെയിംസ്, അബ്ദുറഹ്മാൻ സുലമി, ഇ അബൂബക്കർ, കെ സി കുഞ്ഞാപ്പ, പി സമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.